ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം റിപ്പീറ്റ്ലി മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെയാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ആ ഒരു തോട്ട്സ്, ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എന്താണ്? ഫൈവ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും പോവാൻ പറ്റാതെ, ഇറങ്ങിപ്പോവാൻ പറ്റാതെ, മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി, നിങ്ങളിലേക്ക് ഒരു അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ പറ്റാതെ ചിലപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അതിൽ നിന്നും ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. അതിൻ്റെ റീസൺ അവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും അവർക്കത് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. അതിൽ നിങ്ങളുടെ ബന്ധത്തിൽ അവർ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു എനർജിയാണ്. ദ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ട്രൂത്ത് മനസ്സിലാക്കുകയാണ്. ഇപ്പം അവർ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ട്രൂത്ത് എന്ന് പറയുമ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പം ചില ആളുകൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റാളുകൾ പറഞ്ഞത് വിശ്വസിച്ച് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയ ആളുകളോ പ്രശ്നങ്ങളായിട്ടുള്ളതോ തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടീസിൻ്റെ കൂടെ പോവുകയോ, നിങ്ങളെക്കാൾ നല്ലത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവരെ കൊടുത്ത് പോവുകയോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുകയോ, നിങ്ങളുടെ ഇടയിലേക്ക് പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ട്രൂത്ത്, സത്യാവസ്ഥ അതങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ജസ്റ്റിസിന് നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. സൺ കാർഡും 7 ഓഫ് കപ്സും. ഈ ഒരു ട്രൂത്ത് എന്ന് പറയുമ്പം, ജസ്റ്റിസ് എന്ന് പറയുമ്പം സൺ കാർഡ് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പം നിങ്ങളുടെ പഴയ കാര്യങ്ങൾ, അതായത് നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊന്നുമില്ല, അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് മറ്റാളുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ് എന്നുള്ള രീതിക്കാണ്. നിങ്ങളിപ്പോൾ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഡിവോഴ്സ്ഡ് പോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്, പിരിയില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു തീരുമാനത്തിലേക്ക് പോവില്ല. അതായത് ഡിവോഴ്സ്ഡ് പോലെ അല്ലെങ്കിൽ പിരിയുന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോവില്ല. അവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ട്രൂത്ത് മനസ്സിലാക്കുന്നുണ്ട്, അവർ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ളത്. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്തിരുന്നു നിങ്ങളുടെ പേഴ്സൺ പണ്ട്. ഓക്കെ, ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്തിട്ട് ഓരോ ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളടുത്ത് ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്, അതവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണമായിരിക്കാം. അതായത് നിങ്ങൾക്ക് അവർ എന്തൊക്കെ വാക്കുകൾ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്ക് ആവാൻ പോകുമ്പം അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയല്ല, ഇത് എനിക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കടമയാണ് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം കറൻ്റ്ലി ആ പേഴ്സൻ്റെ തോട്ട്സിലൂടെ പോകുന്നത് നിങ്ങളില്ലാതെ പറ്റില്ല അവർക്ക്.
ഓക്കെ, നിങ്ങൾ തന്നെ വേണം ലൈഫിൽ, നിങ്ങൾ തന്നെയാണ് ട്രൂത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ ഒരു സത്യം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. വളരെയധികം തിങ്ക് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ എന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ആലോചിക്കുന്നുണ്ട്. അവർക്കത് ഇതൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുകയാണ്. ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തോട്ട്സ് അവർക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടാണ് തോന്നുന്നത്. മെമ്മറീസുകൾ ഇങ്ങനെ കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടും ഇത് ഒരു കോമ്പറ്റീഷൻ പോലെ, ലൈഫിനോട് അവർ പോരാടുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഒരു ചാലഞ്ചായിട്ട് തോന്നുകയാണ് അവർക്ക്. ഓവറായിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട്. അത് തിങ്ക് ചെയ്യുന്നത് പോലും ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലാണ്, അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങളാണ് അവർ ആലോചിക്കുന്നത്. എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ എന്താ ഇപ്പം സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ തോട്ട്സിനെ മൂവ് ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അച്ചടക്കം കൊണ്ടുവരണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന വഴികളിൽ എന്താ മിസ്റ്റേക്ക് പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് പിഴച്ചു പോയത്, എവിടെയാണ് അതൊരു തെറ്റായിട്ട് വന്നിട്ടുള്ളത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ട് അതൊരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതൊരു നല്ല രീതിക്ക് തന്നെ ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം നിങ്ങളുടെ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഒതുക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറീൻ്റെ അകത്തോട്ട് കൊണ്ടുവരണം. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ തമ്മിൽ കാരണമായിരിക്കില്ല, നിങ്ങളോ നിങ്ങളുടെ വ്യക്തി കാരണമോ ആയിരിക്കില്ല, പകരം വേറെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടാകാം. അപ്പം അതൊക്കെ ഒരു ബൗണ്ടറിയിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കണം എന്നുള്ള രീതിയിൽ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിളാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സെക്യൂർഡ് ആക്കണം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കകത്ത് കൊണ്ടുവരണം, ഇനി പ്രശ്നങ്ങൾ ഇല്ലാതാക്കണം, അതായത് ലോക്കാക്കി വെക്കണം, നല്ല രീതിക്ക് സ്റ്റേബിൾ ആക്കണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസും കൂടി നോക്കാം. 7 ഓഫ് സോർട്സ് ആണ്. ഇമോഷൻസിനകത്ത് വരുന്നതാണ് ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുമ്പം അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്. മേ ബി അവരാ തെറ്റുകാരെങ്കിൽ അവർ ചിലപ്പം എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, ഞാൻ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ സംസാരിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടാകാം. ഒരു മാനിപ്പുലേഷൻ കാണുന്നുണ്ട്. അതായത് സോപ്പിടുക, നിങ്ങളെ സോപ്പിട്ട് തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ അത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വേണം അവിടെ, സ്റ്റിൽ നിങ്ങൾ അവിടെ വേണം, അവരുടെ ലൈഫിൽ നിന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. അതാണ് നമുക്ക് തുടക്കം തന്നെ കാർഡ്സ് കിട്ടിയത്. സോ ഇനി അവർക്ക് ഉള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ ആലോചിക്കുന്ന ഒരു കാര്യം മാനിപ്പുലേഷനാണ്. മേ ബി അത്രയും വലിയൊരു തെറ്റ് ചെയ്ത പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. കിങ് ഓഫ് വൺസ് ആണ് ദെൻ വന്നിട്ടുള്ളത്. ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഇതിലൊരു ഈഗോ വരുന്നുണ്ട് ഇമോഷൻസ് നോക്കുമ്പം. അതായത് ഇവർക്ക് പെയിൻ ഉണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് സോർട്സ് ആണ്. അവർക്ക് പെയിൻ ഉണ്ട്. അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവർക്ക് പറ്റുന്നില്ല. അതായത് നിങ്ങളിപ്പം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് സെയിം ആയിട്ട് ആ ഒരു ഇമോഷൻസ് അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ ഈഗോ കാരണം ഇത് അവർ പുറത്തെവിടെയും കാണിക്കുന്നില്ല. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, വലിയ അധികാരത്തിലിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമേ ഇല്ലാത്ത പോലെ ആയിരിക്കും അവരുടെ ഒരു മറ്റൊരാൾ നോക്കുമ്പം, പുറത്തുനിന്ന് നോക്കുമ്പോൾ തിരിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ തന്നെ ആയിരിക്കാം. സ്റ്റാറ്റസുകൾ വീഴുന്നു, അല്ലെങ്കിൽ ആക്റ്റീവ് ആകുന്നു, തൻ്റെ വർക്കിൽ ആക്റ്റീവ് ആകുന്നു, ലൈഫിൽ ആക്റ്റീവ് ആകുന്നു. പക്ഷേ അവർക്ക് സ്ട്രഗ്ലിംഗ് ആണ്. കാരണം 10 ഓഫ് സോർട്സ് വരുമ്പം വളരെയധികം പെയിൻ അനുഭവിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് ആരും കാണാതെയാണ് അവർ അനുഭവിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പം ആ ഈഗോ വെച്ചത് കൊണ്ട് തന്നെ അവർക്ക്
ആ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പം നിങ്ങൾ ചിലപ്പം കരഞ്ഞ് പിടിച്ച് അല്ലെങ്കിൽ ഡൗൺ ആയിരുന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളറിയുന്ന ആളുകൾ എന്താ പറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ പുറത്തോട്ട് അതിനെ ഇങ്ങനെ എടുക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ കാണിക്കുന്നില്ല. അത് കാണിക്കാൻ അവർക്കൊരു മനസ്സില്ല, അല്ലെങ്കിൽ ആ ഒരു ഈഗോ അവരെ അനുവദിക്കുന്നില്ല. പക്ഷെ ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ഫീലിങ്സിനകത്ത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇതാണ്. റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിങ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.